ഹലോ, നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് നോർമൽ നമ്മുടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഉണ്ട്. നോർമലായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ads.facebook.com അല്ലെങ്കിൽ adsmanager.facebook.comലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാ ബിസിനസ് മാനേജർ ക്രിയേറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അസറ്റ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്പാണ്. നമ്മൾ ആഡ്സ് മാനേജർ പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ മെറ്റാ ബിസിനസ് മാനേജർ എന്നൊരു നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റ തരുന്ന എല്ലാ അസറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മെറ്റാ ബിസിനസ് മാനേജർ ത്രൂ നമുക്കൊരു ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ആഡ്സ് മാനേജർ ഉണ്ടെന്നുണ്ടെങ്കിലും ആഡ്സ് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അസറ്റ്സ് മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു വഴി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ പേജസ് നോക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പേജസ് ഉണ്ട്. ഇനി ഇവിടെ മെറ്റാ ബിസിനസ് സൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. മെറ്റാ ബിസിനസ് സൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ടാബിൽ മെറ്റാ ബിസിനസ് മാനേജർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മെറ്റാ ബിസിനസ് മാനേജറിലേക്ക് പോകും. ഇവിടെ ക്രിയേറ്റ് ബിസിനസ് പേജ്, ക്രിയേറ്റ് ഫേസ്ബുക്ക് ആഡ്, ബിസിനസ് റിസോഴ്സ് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് മെറ്റാ ബിസിനസ് മാനേജറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് സെയിം പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് മാനേജറിലേക്ക് വന്നു. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും കണക്ട് ചെയ്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അത് നമുക്ക് ഫേസ്ബുക്ക് പേജ് കാണും. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലാത്ത കുറേ ഓപ്ഷൻസ് ഒക്കെ വരാനുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് ഉണ്ട്, റിപ്ലൈ ടു മെസ്സേജസ് ഉണ്ട്, ഷെഡ്യൂൾ ചെയ്യ പോസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് താഴെ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ബിസിനസ് പോർട്ട്ഫോളിയോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. ബിസിനസ് നെയിം അഭിലാഷ് ബിസിനസ് നെയിം കൊടുത്തതിന് ശേഷം പേര് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കാം. കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ട ഫേസ്ബുക്ക് പേജ് കാണിക്കും. ഫേസ്ബുക്ക് പേജ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി വേറെ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓഫീസിലെ കൊളീഗ്സിന് വേറെ ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് ഏത് ടൈപ്പ് ആക്സസ് കൊടുക്കണം. എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവില്ല, ജസ്റ്റ് ആഡ്സ് മാനേജ് ചെയ്യാം. നമ്മൾ അസൈൻ ചെയ്യുന്ന അസറ്റ്സ് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ഫുൾ കൺട്രോൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഫീച്ചറും നമ്മൾ ആഡ് ചെയ്യുന്നവർക്കും കൂടി കിട്ടും. ഞാൻ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ ആരും ആഡ് ചെയ്യുന്നില്ല, കൺഫേം കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യം ജസ്റ്റ് ഒരു ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റേ മെത്തേഡിലൂടെ, അതായത് നമ്മൾ ഡയറക്റ്റ് ആഡ്സ് മാനേജറിലേക്ക് കയറിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഈ ഒരു രീതി നമ്മൾ യൂസ് ചെയ്യാവൂ.
ഓക്കെ, അല്ല ഇതും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മറ്റത് കുറച്ചുകൂടി സിമ്പിളാണ്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഈ ടൂൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഇതിൻ്റെ ടേമൊക്കെ നമ്മൾ യൂസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഫെമിലിയർ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി മെത്തേഡ് ഉണ്ട്. ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇപ്പോൾ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ഞങ്ങൾക്ക് ഈ ആഡ്സ് മാനേജർ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഇനി നമ്മൾ ഓൾ ടൂൾസ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ബില്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പേജ് സെറ്റിങ്സ്, ബില്ലിംഗ്, പേയ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഞാൻ പിന്നെയും സെറ്റിങ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെറ്റാ പോർട്ട്ഫോളിയോ, മെറ്റാ വേരിഫൈഡ്, ബിസിനസ് അസെറ്റ്സ്, പീപ്പിൾ, ആഡ്സ്, പാർട്ട്ണർഷിപ്പ്, റിക്വസ്റ്റ്, മെറ്റാ ബിസിനസ് മാനേജർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ആഡ്സ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ്സ് അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതൊരു അടുത്ത പേജിലേക്ക് പോകും. ഇന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആഡാണ്, നമുക്ക് അതിലേക്കാണ് ഇപ്പോൾ ഡയറക്റ്റ് പോയിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിവിടെ പുതിയതായിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു ആഡ് അക്കൗണ്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ബിസിനസ് മാനേജറിലേക്ക് പോകുകയാണെങ്കിൽ ഗോ ടു ബിസിനസ് മാനേജർ, നമ്മൾ ബിസിനസ് മാനേജറിലേക്ക് പോയി. ഇതും മറ്റേ ബിസിനസ് മാനേജർ തന്നെയാണ്, അത് വേറൊരു ഒരു ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് ബിസിനസ് സെലക്ട് ആയിരിക്കുന്ന ആ ഒരു ബിസിനസ്സിലേക്ക് ഇത് വരികയും അവിടെ നമുക്ക് ആഡ്സ് അക്കൗണ്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പുതിയതായിട്ട് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ എക്സിസ്റ്റിംഗ് ആഡ് അക്കൗണ്ട്, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് അക്കൗണ്ട് ID കൊടുത്തിട്ട്. അതല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ആഡ് അക്കൗണ്ടിലേക്ക് നമുക്ക് റിക്വസ്റ്റ് ഇടാം. അല്ലാതെ പുതിയ ആഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു, ടെസ്റ്റ് പേര് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കട്ടെ കൊടുക്കുകയാണെങ്കിൽ പക്ഷേ കൊടുക്കട്ടെ വന്നു. ഇവിടെ INR കൊടുക്കുകയാണ്. സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, മൈ ബിസിനസ് കൊടുക്കുന്നു. നമുക്കിവിടെ പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് പെർമിഷൻ, ഇപ്പോൾ അഭിലാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിന് ഈ ആഡ് അക്കൗണ്ട് പെർമിഷൻ കൂടി കൊടുത്തിട്ട് SIM കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 7974 എന്ന് പറഞ്ഞൊരു ആഡ് അക്കൗണ്ടാണ്. ഇനി ആഡ് പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അത് എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത് ചോദിക്കുക. നമുക്ക് UPI പോയിട്ട് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ നോക്കുന്നു. ഇങ്ങനെയും നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വേറൊരു രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആഡ്സ് മാനേജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ആഡ്സ് മാനേജറിലേക്ക് പോകും. കഴിഞ്ഞ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ് മാനേജർ സെലക്ട് ചെയ്യുന്നു, ആഡ്സ് മാനേജർ സെലക്ട് ചെയ്യുന്നു. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആഡ്സിലേക്ക് ഓൺബോർഡ് ആവും. അപ്പോൾ ഈ ഒരു മെത്തഡിലൂടെ നമുക്ക് ഇപ്പോൾ ഞാൻ ബിസിനസ് ടു ബിസിനസ് കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നമ്മുടെ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് അവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലീഡ് ആഡ് കൊടുക്കുന്നു. നെക്സ്റ്റ് ജസ്റ്റ് ക്യാമ്പയിൻ ക്രിയേഷൻ മെത്തേഡാണ്. ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് അക്കൗണ്ടിലേക്ക് ആഡ് അക്കൗണ്ട് ഓൺബോർഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആഡ് അക്കൗണ്ടിലേക്ക് കയറി ഞാനിപ്പോൾ ഇത് എനിക്ക് വേണ്ട, ജസ്റ്റ് ഓൺബോർഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഡിലീറ്റ് ചെയ്ത് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പോപ്പപ്പ് വരാം, അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ആഡ്സ് മാനേജർ വന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ആഡ്സ് മാനേജറിൻ്റെ കാണാം. ഇത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റും ഇത് നോക്കുവാണെങ്കിൽ വേറെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു ആഡ്സ് മാനേജറും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ആഡ്സ് മാനേജർ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക്
ക്രിയേറ്റ് ക്യാമ്പയിൻ ഇവിടുന്ന് ക്രിയേറ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ, ഒരു ലെങ്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് അത് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ.